കേരള സ്റ്റേറ്റ് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ നിർമ്മിച്ച സിനിമയാണ് വിക്ടോറിയ. 2025 ഷാങ്ഹായ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം മീനാക്ഷി ജയന് നേടിക്കൊടുത്ത സിനിമ കൂടിയാണ് വിക്ടോറിയ. ഇതൊരു ഫ്ലാറ്റ് റേഷ്യോ ഫിലിമാണ്. സർപ്രൈസിംഗ്ലി ഫ്ലാറ്റ് റേഷ്യോ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ ഇത് മനസ്സിലായ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോറം മോളിലുള്ള PVRലാണ് ഞാൻ ഈ സിനിമ കാണാൻ വേണ്ടി പോയത്. അപ്പോൾ അവിടെ ഫ്ലാറ്റ് റേഷ്യോ ഫിലിം ആണെന്നുണ്ടെങ്കിൽ ഒരു സ്കോപ്പിലിടുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിലിടും. ഇതാണ് ഇവരുടെ സ്ഥിരം കളി. അപ്പോൾ ഞാൻ ഇന്ന് കണ്ടിരുന്ന സിനിമ 2 സിനിമകളാണ് ബാക്ക് ടു ബാക്ക് കണ്ടത്. അതിൽ ദ റൈഡ് എന്ന് പറയുന്ന സിനിമ അതൊരു സ്കോപ്പ് മൂവിയാണ്, നോർമൽ മൂവി, എല്ലാ തിയേറ്ററിലും ഫുൾ സ്ക്രീൻ ഉണ്ടാകുന്ന ഒരു സ്കോപ്പ് മൂവി. അപ്പോൾ അവർ ഈ സിനിമ കൊണ്ടുപോയിട്ടത് ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിലായിരുന്നു. അതുകൊണ്ട് മുകളിലും താഴെയും ബ്ലാക്ക് ബാർസ് ആയിരുന്നു. നിങ്ങൾ ഓൾറെഡി അതിൻ്റെ റിവ്യൂവിൽ ഞാൻ ഈ പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതിനുശേഷം ഈ സിനിമ വിക്ടോറിയ എന്നുള്ള പടം, ഈ വിക്ടോറിയ ഒരു ഫ്ലാറ്റ് റേഷ്യോ കോണ്ടൻ്റ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കോണ്ടൻ്റുള്ള ഫിലിം ഇവർ സ്കോപ്പ് റേഷ്യോ സ്ക്രീനിലിടുമ്പോൾ ഈ സൈഡിൽ, അതായത് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബ്ലാക്ക് ബാർസ് വരും. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ സിനിമ കണ്ടത്. നമുക്ക് അങ്ങനെയല്ലല്ലോ, അതായത് അവരുദ്ദേശിക്കുന്ന ആസ്പെക്ട് റേഷ്യോ എന്താണോ അതിൽ തന്നെയാണ് ഈ പടം കാണുന്നത്. ഈ ആസ്പെക്ട് റേഷ്യോയ്ക്ക് സിനിമയുടെ ആസ്വാദനത്തിൽ വലിയൊരു പങ്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ ലോക പോലുള്ള സിനിമകളൊക്കെ നമ്മളത് ഫ്ലാറ്റ് കോണ്ടൻ്റ് ആണെങ്കിൽ അത് ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനിൽ കാണുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു ഇമേഴ്സീവ് എക്സ്പീരിയൻസ് കിട്ടുന്നത്. ഇപ്പോൾ നോർമൽ സ്കോപ്പ് റേഷ്യോ സ്ക്രീനിൽ ലോക കണ്ടു കഴിഞ്ഞ് നിങ്ങളൊരു PXL-ഓ അതല്ലാന്നുണ്ടെങ്കിൽ എപ്പിക് സ്ക്രീനിലൊക്കെ പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ആസ്പെക്ട് റേഷ്യോ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ എ ഫിലിം. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇവിടെയുള്ള മൾട്ടിപ്ലക്സുകളിലൊക്കെയാണ് ഇതുപോലുള്ള സിനിമകളൊക്കെ വരുമ്പോൾ അവരിത് ഫ്ലാറ്റ് സ്ക്രീൻ ഉണ്ടായിട്ട് പോലും ഇപ്പോൾ നമ്മളിപ്പോൾ വനിതാ സിനിപ്ലെക്സിൽ, അതായത് ഇപ്പം 4 തിയേറ്ററാണ്, വനിതാ സിനി കോംപ്ലക്സിൽ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള 4 സ്ക്രീനും സ്കോപ്പാണ്. അപ്പോൾ സ്കോപ്പ് സ്ക്രീൻ ഉള്ളിടത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഓപ്ഷനില്ല. നമുക്ക് ഫ്ലാറ്റ് കോണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ തന്നെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ബ്ലാക്ക് ബാർസ് ഉണ്ടാവും, അങ്ങനെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. പക്ഷേ മൾട്ടിപ്ലക്സിൻ്റെ അവസ്ഥ അങ്ങനെയല്ല. ഇപ്പോൾ ലുലുവിലുള്ള PVRലാണെങ്കിലും ഫോറം മോളിലുള്ള PVRലാണെങ്കിലും അവിടെ ഫ്ലാറ്റ് സ്ക്രീനും ഉണ്ട്, സ്കോപ്പ് സ്ക്രീനും ഉണ്ട്. എന്നിട്ടും ഇങ്ങനെ ഈ കോണ്ടൻറ് മിസ്മാനേജ്മെൻ്റ് ഒക്കെ വരുമ്പോൾ അത് എന്താ ചെയ്യുക, നമ്മൾ മുടക്കുന്ന കാശിന് പൂർണ്ണമായിട്ടുള്ളൊരു ആസ്വാദനം കിട്ടുന്നില്ല. അത് നമുക്ക് പരാതി പറയാനേ പറ്റുള്ളൂ. ഐ എം സോ സോറി. സിനിമയുടെ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ സിനിമ കാണാൻ പോയിട്ടുള്ള പരിതാപങ്ങളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആൻഡ് വിക്ടോറിയ ഈ സിനിമയുടെ കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഒരു ദിവസം നടക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് നടക്കുന്നത്. ഇതിൽ വിക്ടോറിയ എന്ന് പറയുന്ന നമ്മുടെ മെയിൻ നായിക മീനാക്ഷി ജയനാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. അന്നത്തെ ആ വിക്ടോറിയയുടെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്തെന്നാൽ, വീട്ടിൽ നിന്ന് ജോലിസ്ഥലം, ഒരു ബ്യൂട്ടി പാർലറിൽ ജോലിയാണ്, ജോലിസ്ഥലത്തേക്ക് പോകുന്ന വഴി സ്ഥിരമായിട്ട് ബസ്സിൽ വെച്ച് കാണാറുള്ള ഒരു ചേച്ചി ഒരു പൂവൻകോഴീനെ കുറച്ചത്തേക്ക് നോക്കാൻ വേണ്ടി ഒരു പൂവൻകോഴീനെ ഏൽപ്പിക്കും. ഈ പൂവൻകോഴി എടപ്പള്ളിപ്പള്ളിയിലുള്ള കോഴി നേർച്ച, നമുക്ക് കൊച്ചിക്കാർക്കൊക്കെ അറിയാൻ പറ്റും, എടപ്പള്ളിപ്പള്ളി ഭയങ്കര ഫേമസ് ആണ്. അതിനുവേണ്ടി വാങ്ങിയ ഈ കോഴിയെ കുറച്ച് നേരം ബ്യൂട്ടി പാർലർ വെക്കണം, വൈകുന്നേരം ഞാൻ വന്ന് കൊണ്ടുപോയിക്കോളാം എന്നുള്ള ഉറപ്പിൽ ഈ മീനാക്ഷി ജയൻ്റെ ഈ കഥാപാത്രം ഈ പൂവൻകോഴിയും കൊണ്ട് ബ്യൂട്ടി പാർലർ പോവുകയാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഈ വിക്ടോറിയ എന്ന് പറയുന്ന ഈ ലേഡിയുടെ ലൈഫിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ്, തലേ ദിവസം ഒരു ഹിന്ദു ചെക്കനായിട്ട് പ്രണയത്തിലാണ് വിക്ടോറിയ. അപ്പോൾ ഇത് വീട്ടിലാകെ വൻ സീനായി, അച്ഛനൊക്കെ മഹാലമ്പുണ്ടാക്കി, അതിൻ്റെ പേരിൽ തല്ലൊക്കെ കിട്ടി. അങ്ങനെയുള്ളൊരു ദിവസമാണ് വിക്ടോറിയയുടെ. അപ്പോൾ ഈ കാര്യം കാമുകനോട് പറയുന്നു. പിന്നെ ബ്യൂട്ടി പാർലറിലാണെങ്കിൽ കുറേ സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഈ സിനിമയിൽ നമ്മൾ പുരുഷ കഥാപാത്രങ്ങളെ സ്ക്രീനിൽ കാണുന്നില്ല. അവർ മൊബൈലിലെ വീഡിയോ കോളായിട്ട് വരുന്നുണ്ട്, അവരൊരു വാതിലിൻ്റെ പിറകിൽ നിന്ന് സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ആകെ ഇതിനകത്തുള്ളൊരു പുരുഷൻ അല്ലെങ്കിൽ ഒരു മെയിൽ ഒരു സംഭവം എന്ന് പറയുന്നത് ഈ പൂവൻകോഴിയാണ്. അപ്പോൾ ഈ പൂവൻകോഴിയും ഈ ഒരുപാട് ബ്യൂട്ടി പാർലറിൽ നടക്കുന്ന, ആണുങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഈ ബ്യൂട്ടി പാർലറിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് വിക്ടോറിയ എന്ന് പറയുന്ന ഈ സിനിമ 1.5 മണിക്കൂറിൽ പറയുന്നത്. ഈ സിനിമയുടെ റൈറ്റർ, ഈ സിനിമയുടെ എഡിറ്റർ, ഈ സിനിമയുടെ സംവിധായിക, ഇതെല്ലാം ഒരാളാണ്, ശിവരഞ്ജിനി. ആൻഡ് സർപ്രൈസിംഗ്ലി ഇത് ആദ്യത്തെ സിനിമയാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും ഇത്രയും കാര്യങ്ങൾ, അതായത് റൈറ്റിംഗ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും ഡയറക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിലും ആദ്യമായിട്ട് ചെയ്യുകയാണ്. ഇങ്ങനെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ചെയ്ത വർക്കാണെന്ന് ഒരിക്കലും പറയില്ല. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണ് ഈ സിനിമ അവർ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് കുറച്ച് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഈ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഇമോഷൻസ് എല്ലാം അതിങ്ങനെ ഭയങ്കര മെലോഡ്രാമ കലർത്തി അങ്ങനെയൊന്നുമല്ല, വളരെ സബ്റ്റിലായിട്ടുള്ള ചില ഡയലോഗ്സിലും ചില മൊണോലോഗ്സുകളിൽ മാത്രമായിട്ടാണ് ഈ ഇമോഷൻ നമ്മളോട് കൺവേ ചെയ്യുന്നത്. അതിൽ ഈ വിക്ടോറിയ എന്നൊരു ക്യാരക്ടർ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ, അത് കാമുകനാവട്ടെ അല്ലെങ്കിൽ കാമുകിയാവട്ടെ, ഒരാൾക്ക് മറ്റേ ആളെ ഏറ്റവും അധികം ആവശ്യമുള്ളത് ഇമോഷണലി നമ്മൾ വളരെ വൾണറബിളായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഇമോഷണലി നമ്മൾക്ക് കൂടെ നിൽക്കാനായിട്ട്, നമുക്ക് ആ ഒരു സ്ട്രോങ് സോണായിട്ട് ആ സമയത്തായിരിക്കും നമുക്ക് മറ്റൊരാളെ ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരിക. ആ സമയത്ത് അവൈലബിൾ ആയിട്ടിരിക്കുക എന്ന് പറയുന്നതിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറയുന്നത് നമുക്കത് ആവശ്യമുള്ളപ്പോഴാണ് കിട്ടേണ്ടത്. അപ്പോൾ ഇമോഷണൽ സപ്പോർട്ടിൻ്റെ സമയത്ത് ആ ഒരു
കാമുകൻ്റെ ആണെങ്കിലും കാമുകയുടെ ആണെങ്കിലും ആ ഒരു ഭാഗം ബ്ലാങ്ക് ആയിട്ട് നിന്ന് അപ്പോൾ നമുക്ക് ഓക്കെ നമ്മുടെ ലൈഫിൽ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു ഘട്ടത്തിൽ അൺഅവൈലബിൾ ആയിട്ടുള്ള ഒരാൾ അയാൾ ഇനി ലൈഫിൽ നമുക്കിനി ആവശ്യമില്ല എന്നറിയുന്ന തിരിച്ചറിവുണ്ടാവുമല്ലോ. ആ തിരിച്ചറിവിന് കഴിഞ്ഞാൽ പിന്നെ അത് തേപ്പാണ് മറ്റേതാണ് എന്നും പറയുന്നത് കാര്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചില സംഭവങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നുണ്ട്. പിന്നെ വേറൊരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. പക്ഷേ അവർക്ക് ഈ സെൽഫ് കെയർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാവാം, അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടിയാവാം, അങ്ങനെ പലർക്കും വേണ്ടി. ഇപ്പോൾ ചിലരുടെയൊക്കെ ലൈഫെല്ലാം സാക്രിഫൈസാണ്. അതായത് അവർക്ക് വേണ്ടി ജീവിക്കുന്നത് വളരെ കുറവായിരിക്കും. അപ്പോൾ അവരവരുടെ ഒരു സെൽഫ് കെയർ, അതായത് 2-3 മാസം കൂടുമ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ വരിക, ഫേഷ്യൽ ചെയ്യുക. അപ്പോൾ നമ്മളുടെ ശരീരം നമ്മളെ കൂടാതെ വേറൊരാൾ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്നു. അത് പെഡിക്യൂർ ആവട്ടെ, മാനിക്യൂർ ആവട്ടെ, അല്ലെങ്കിൽ ഫേഷ്യൽ ആവട്ടെ. അപ്പോൾ ആ ഒരു കാര്യത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളതുണ്ട്. അത് ആക്ച്വലി വളരെ റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ലൈഫിൽ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതുപോലെ ബ്യൂട്ടി പാർലറിലൊക്കെ പോയി നമ്മളുടെ ഒരു സൗന്ദര്യ സംരക്ഷണം എന്നൊക്കെ പറയുന്നത് അതൊക്കെ ചെയ്യണം എന്നുള്ളൊരു അഭിപ്രായമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു റിലാക്സേഷൻ ആണെങ്കിലും ആ ഒരു കൈൻഡ് ഓഫ് പീസ് ഓഫ് മൈൻഡ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ക്യാരക്ടർ പറയുന്നത്, എൻ്റെ ഭർത്താവ് ഒരു പാവത്താനാണെങ്കിൽ പുള്ളിക്ക് ഈ കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യാനൊന്നും അറിയില്ല എന്നുള്ളൊക്കെയുള്ള ഒരു ചെറിയ രീതിയിലുള്ള പരിഭവങ്ങളും കാര്യങ്ങളുണ്ട്. അങ്ങനെ വളരെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ സംഭാഷണങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ വരുന്നത്. പക്ഷേ അത് പലതും നല്ല രീതിയിൽ നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ്. അപ്പോൾ അതാണ് ഈ സിനിമയിലൂടെ ഈ ശിവരഞ്ജിനി റൈറ്റിംഗ് സൈഡിലൂടെ ചെയ്തിരിക്കുന്നത്. പിന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഈ സിനിമ പറഞ്ഞല്ലോ 1.5 മണിക്കൂറേ ഉള്ളൂ. ആ 1.5 മണിക്കൂറിൽ നമുക്ക് എവിടെയും ഒരു പോയിന്റിൽ പോലും നമുക്ക് ബോറടിക്കുന്നില്ല. അതായത് ഒരു ദിവസം, ആ ദിവസത്തെ വിക്ടോറിയ എന്ന കഥാപാത്രത്തിനും അതല്ലാതെ ബാക്കി അവരെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉണ്ടാകുന്ന തിരിച്ചറിവുകൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ആ ഒരു ദിവസം നടക്കുന്ന ഇൻസിഡൻറ്റിലൂടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഒരു ബ്യൂട്ടി പാർലറിൽ വരുന്ന സ്ത്രീ കഥാപാത്രങ്ങൾ അവരുടെ സംസാരം ആ രീതിയിലാണ് ഈ സിനിമ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഘട്ടം കഴിയുമ്പോൾ ശരിക്കും ബ്യൂട്ടി പാർലറിൻ്റെ ഒരു CCTVയുടെ ഫുട്ടേജ് എടുത്തിട്ട് അതിനകത്തേക്ക് നോക്കുന്ന പോലുള്ള അത്രയ്ക്ക് റിയാലിറ്റിയുള്ള, അത്രയ്ക്ക് നാച്ചുറലായിട്ടുള്ള പെർഫോമൻസും ഡയലോഗ്സും ഒക്കെയാണ് ഈ സിനിമയിൽ വരുന്നത്. അത് അതായത് ഒന്നും എവിടെയും മുഴച്ചു നിൽക്കാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷനാണ് വിക്ടോറിയ എന്നുള്ള ഈ സിനിമ ഓഫർ ചെയ്യുന്നത്. ഇതുപോലെ ശിവരഞ്ജിനി എഴുതിയ ഈ കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുക എന്നുള്ള ഒരൊറ്റ റെസ്പോൺസിബിലിറ്റി മാത്രമാണ് ആക്ടേഴ്സിനുള്ളത്. അത് അവർ 100-ൽ 100 തന്നെ തന്നിട്ടുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് ഷാങ്ഹായ് ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച നടിക്കുള്ള പുരസ്കാരം മീനാക്ഷി ജയന് കിട്ടിയത്. ഈ വിക്ടോറിയ എന്ന് പറയുന്ന ക്യാരക്ടർ, ആ ക്യാരക്ടറിൻ്റെ തിരിച്ചറിവുകൾ, തീരുമാനങ്ങൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് ഈ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഫീമെയിൽ പെർഫോമൻസ് ആണ്. അതിൽ ഒരു സംശയവുമില്ല. എല്ലാ ഇമോഷൻസും കൃത്യമായ മീറ്ററിൽ വളരെ മനോഹരമായിട്ടാണ് മീനാക്ഷി ജയൻ എന്നുള്ള അഭിനേത്രി പെർഫോം ചെയ്തിരിക്കുന്നത്. ഗംഭീരമായിട്ടുണ്ടായിരുന്നു. പിന്നെ ശ്രീഷ്മ ചന്ദ്രൻ ചെയ്തിരിക്കുന്ന ലയ എന്ന് പറയുന്ന ഒരു ഫ്രണ്ട്. ഇവർ രണ്ടുപേരും ഈ വിക്ടോറിയയും പിന്നെ ഈ ലയയും ഇവർ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. 2 കൂട്ടുകാരികൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് നമ്മൾ കയറി ചെന്ന പോലുള്ള അത്രയ്ക്ക് നാച്ചുറലായിട്ട്, അത്രയ്ക്ക് റിയാലിറ്റി ആയിട്ടാണ് ആ എൻറ്റയർ സീക്വൻസ് ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്കിത് കാണുമ്പോൾ 2 കൂട്ടുകാരികൾ സംസാരിക്കുന്നു, അവരവരുടെ സങ്കടങ്ങൾ പറയുന്നു പരസ്പരം. അതായത് നമ്മുടെ ഉള്ളിലുള്ള സങ്കടം നമുക്ക് വളരെ അടുത്തൊരു കൂട്ടുകാരിയോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നമുക്ക് കിട്ടുന്ന ഒരു റിലാക്സേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം അത് നല്ലൊരു ലിസണറായി അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരി, ആ 2 പേരുടെ പെർഫോമൻസ് കാണാൻ നല്ല രസമായിരുന്നു. പിന്നെ ജോളി ചിറയത്ത് ചെയ്ത ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടറിനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നും. ആദ്യമായിട്ട് ബ്യൂട്ടി പാർലർ വരുന്ന പോലുള്ള ഒരു മുടി ഡൈ ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. പിന്നെ ബ്യൂട്ടി പാർലറിലെ തിരക്കുകളൊക്കെ കാര്യങ്ങളെല്ലാം കണ്ട് വിക്ടോറിയോട് ഞാൻ വെയിറ്റ് ചെയ്തോളാം എന്നൊക്കെ പറയുന്ന വളരെ ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടറായിരുന്നു അവർ ചെയ്തിരുന്നത്. അത് നന്നായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സിനിമയിൽ കയ്യടി വാങ്ങുന്ന ഒരു ക്യാരക്ടർ സ്റ്റീജാമേരിയുടെ ദീപേച്ചി എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ്. ഈ ക്യാരക്ടർ സ്ക്രീനിൽ വരുന്നു. ഒരു നല്ല രസമാണ് അവരുടെ സംസാരം കേട്ടുകൊണ്ടിരിക്കുക. അവരൊരു പ്ലംബറിനെ കുറിച്ച് പറയുന്ന ഒരു സീക്വൻസ് ഉണ്ട്. ആ സീക്വൻസ് തുടങ്ങുന്നതും ആ സീക്വൻസ് അവസാനിക്കുന്നതൊക്കെ രസമായിരുന്നു. ഇതുപോലുള്ള സിനിമകളൊക്കെ നമ്മൾ ഈ അവാർഡ് പടങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തരുത്. ഇപ്പോൾ ഫെമിനിച്ചി ഫാത്തിമ ആണെങ്കിലും വിക്ടോറിയ ആണെന്നുണ്ടെങ്കിലും അതിൽ പറയുന്നതെല്ലാം പക്ക റിയലായിട്ട്, എന്നാൽ അതിനകത്ത് കുറച്ച് കോമഡി കാര്യങ്ങളൊക്കെ ചേർത്ത് വളരെ രസമുള്ള ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് ഇതുപോലുള്ള സിനിമകൾ നൽകുന്നത്. പിന്നെ കുറച്ച് സ്കൂൾ കുട്ടികൾ, 4-5 സ്കൂൾ കുട്ടികൾ വരുന്നുണ്ട്. അവർ പാട്ട് പാടുന്ന ഒരു സീക്വൻസ് വരുന്നുണ്ട്. ഇവർ പാട്ട് ഭയങ്കര രസിച്ചാണ് ഒരു പാട്ട് പാടുന്നത്. അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവരൊരു പൂവൻകോഴി ബ്യൂട്ടി പാർലറിലുണ്ടല്ലോ, അപ്പോൾ പൂവൻകോഴിനെ കാണാൻ വേണ്ടി പോകുന്നത്, അതിനിടയിൽ ത്രെഡ് ചെയ്യുന്നൊരു പെൺകുട്ടി, ഇതെല്ലാം ഈ സ്ക്രീനിൽ നമ്മളധികം കണ്ട് പരിചയമുള്ള ആക്ടേഴ്സും ഒന്നുമല്ല ഇവർ. പക്ഷേ ഭയങ്കര സ്വാഭാവികമായിട്ടുള്ള ഇവരുടെ അഭിനയമാണ്. ഈ അഭിനയം കണ്ടിരിക്കാൻ തന്നെ രസമായിരുന്നു. പിന്നെ മൊബൈലിൽ വീഡിയോ കോളിൽ വരുന്ന ഒരു ക്യാരക്ടറുണ്ട്. പുള്ളിക്കാരൻ്റെ വോയിസ് ആക്ടിംഗ് ആണ്. ഈ വോയിസ് ആക്ടിംഗ് ആണെങ്കിലും പക്ക നാച്ചുറലായിട്ട് തന്നെ ആ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുള്ളതെല്ലാം കറക്റ്റ് ആ വോയിസ് ആക്ടിങ്ങിൽ പിടിച്ച് ചെയ്തിട്ടുണ്ട്. ആരാണെങ്കിലും വോയിസ് ആക്ടിങ് സൂപ്പറായിരുന്നു. പിന്നെ ഈ പടത്തിൻ്റെ സൗണ്ട് ഡിസൈൻ രാധാകൃഷ്ണൻ എസ്, സ്മിജിത് കുമാർ, ഇങ്ങനെയാണ് ഞാൻ ക്രെഡിറ്റിൽ നോക്കിയപ്പോൾ 2 പേരുടെ പേര് കണ്ടത്. കിടിലം വർക്കാണ് നിങ്ങൾ ചെയ്തിരിക്കുന്നത്. കാരണം ഈ പടത്തിൻ്റെ ചെറിയൊരു പടമാണെങ്കിലും പടത്തിൻ്റെ സൗണ്ട് ഡിസൈനിങ് കാരണം
ഈ സിനിമ ശ്രദ്ധിച്ചേക്കും. ആ ബ്യൂട്ടി പാർലറിൽ അവിടെ നടക്കുന്ന ആ കാര്യങ്ങൾ ഇപ്പോൾ മാനിക്യൂറും പെഡിക്യൂറൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വലിയ വലിയ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആണെങ്കിലും നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ നിങ്ങളത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു റൂമിൽ നിന്ന് വേറെ റൂമിലേക്ക് പോകുമ്പോൾ ആ സംഭാഷണത്തിന് വരുന്ന വ്യത്യാസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്യുന്ന പ്രൊഫഷൻ പക്കയായിട്ട് നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ സിങ് സൗണ്ട് ചെയ്ത ആളും അപാര വർക്കായിരുന്നു. നമ്മുടെ മുമ്പിൽ കാണുന്നത് ഒരു സിനിമയല്ല, ഒരു പക്ക റിയൽ ആയിട്ടുള്ള സംഭവമാണെന്ന രീതിയിൽ ആ രീതിയിലായിരുന്നു ആനന്ദ് രവിയുടെ DOP. പിന്നെ അതിന് യുഗേന്ദ്രൻ്റെ കളറിങ്, ഇത് ആക്ച്വലി വളരെ റിയാലിറ്റി ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ ഒരു ബ്യൂട്ടി പാർലറിൻ്റെ ഇടയിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ നടക്കുന്ന ആ ഒരു ഇൻസിഡൻറ്റ്, അവരാരും നമ്മളെ കാണുന്നില്ല, നമ്മളാണ് അവരെല്ലാവരും കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എങ്ങനെയുണ്ടാവും? അതാണ് ഈ സിനിമ. ഞാൻ പറഞ്ഞല്ലോ ഡയലോഗ് ഓറിയൻ്റ് ആയിട്ടുള്ളൊരു പടമാണ്. ഈ പടത്തിൽ വരുന്ന ക്യാരക്ടേഴ്സ് എല്ലാം അവരുടെ ഇമോഷൻസ് എല്ലാം കൺവേ ചെയ്യുന്ന സ്ട്രോങ് ആയിട്ടുള്ള മോണോലോഗ്സിലൂടെയാണ്. അതെല്ലാം ഭംഗിയായിട്ട് ആക്ടേഴ്സ് പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല ഡയലോഗ്സ് ഉണ്ട്. ഇത് കൃത്യമായിട്ട് നല്ല വെൽ പാക്കേജ്ഡ് ആയിട്ട് ശിവരഞ്ജനി നമ്മുടെ മുമ്പിലേക്ക് നൽകിയിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ വർഷം കണ്ട സിനിമകളിൽ നല്ല ചിത്രങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്താവുന്ന ഒരു സിനിമയാണ് വിക്ടോറിയ. ഇത് 2 ആഴ്ചയായിട്ട് എറണാകുളത്ത് PVR ഫോറമാളിലുള്ള PVRൽ പടം ഉണ്ട്. 129 രൂപ മാത്രമേ ഈ സിനിമ, KSFDCയുടെ പ്രൊഡക്ഷനിൽ വരുന്ന സിനിമ ആയതുകൊണ്ടായിരിക്കാം 129 രൂപ ടിക്കറ്റ് ചാർജ് ഉള്ളത്. ബാക്കിയുള്ള സിനിമകൾക്കെല്ലാം 230 250 ഒക്കെയാണ് ഫോറമോളിൽ ഈടാക്കുന്നത്. ആൻഡ് ഈ പടം ഞാൻ കണ്ടതൊരു സ്കോപ്പിലായിരുന്നു. സ്കോപ്പിൽ കാണുമ്പോൾ റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ ഈ ബ്ലാക്ക് ബാർസിൽ കാണിക്കുന്നതൊക്കെ അരോചകമായിരുന്നു. പക്ഷേ എപ്പോഴെങ്കിലും അവർ അടുത്ത ആഴ്ചയെങ്കിലും അവരൊരു ഫ്ലാറ്റ് സ്ക്രീനിലേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കാരണം ഈ സിനിമ റിലീസായിട്ടുള്ള ആദ്യത്തെ ആഴ്ച മുഴുവൻ അതൊരു ഫ്ലാറ്റ് സ്ക്രീനിലായിരുന്നു ഇട്ടിരുന്നത്. പക്ഷേ എനിക്ക് മിസ്സായി, ഞാൻ 2ാമത്തെ ആഴ്ചയാണ് പടം കണ്ടത്. അപ്പോൾ സ്കോപ്പിലേക്ക് മാറി. അപ്പോൾ കറക്റ്റ് ആസ്പെക്ട് റേഷ്യോയിലുള്ള സ്ക്രീനിൽ തന്നെ ഈ പടം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബ്യൂട്ടി പാർലറിലേക്ക് കയറി ചെല്ലുകയാണ്. അവരാരും നമ്മളെ കാണുന്നില്ല, നമുക്ക് അവരെ കാണാം. അപ്പോൾ അവരുടെ ആ ഒരു കോൺവെർസേഷൻ, അവരുടെ ഇമോഷൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു നല്ല പടം.